ക്ഷേത്രോത്സവങ്ങളുടെ പേരിലുള്ള പണപ്പിരിവുകൾ നിയന്ത്രിക്കുകയാണ് ഹൈക്കോടതി. ക്ഷേത്രോപദേശക സമിതിയിൽ പിരിക്കുന്ന പണം ദേവസ്വം ബോർഡ് അക്കൗണ്ടിൽ അടയ്ക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലാണ് ഉത്തരവ്. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, ഈ കടക്കലിലെ വിവാദമാണ് ഇപ്പോൾ കോടതിയുടെ പക്കലിലേക്ക് ഈ കാര്യങ്ങളിലൊക്കെയുള്ള ശ്രദ്ധ കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെയാണ് കോടതി പറയുന്നത്? ഈ ഒരു ഉത്സവമുണ്ടെങ്കിൽ ആ ഉത്സവത്തിന്റെ ചുമതലയുള്ള ഭരണസമിതി അല്ലാതെ മറ്റൊരു പിരിവുകളും പാടില്ല എന്നുകൂടി ഉറപ്പിക്കുന്നുണ്ടോ കോടതി? ദിവിഷ, ഇത് ഉത്സവകാലമാണ്. ആ ഉത്സവകാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രോപദേശക സമിതികളുണ്ട്. ആ ക്ഷേത്രോപദേശക സമിതികൾ കൂടാതെ മറ്റ് ചേരുവാരങ്ങളൊക്കെ പല കാലഘട്ടങ്ങളിലും പണപ്പിരിവുകൾ നടത്താറുണ്ട്. ഇനി അത്തരത്തിലുള്ള ഒരു പണപ്പിരിവും ഉത്സവങ്ങളുടെയോ മറ്റ് ക്ഷേത്രാചാരങ്ങളുടെയോ പേരിൽ പാടില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഉത്സവങ്ങളുടെ പേരിൽ ക്ഷേത്രോപദേശക സമിതികൾക്ക് ആ പിരിവ് നടത്താം. ആ പിരിവ് നടത്തുന്നതിന് മുൻപ് രസീത് ദേവസ്വം ബോർഡിൽ നിന്ന് സീൽ ചെയ്ത് വാങ്ങി പണപ്പിരിവ് നടത്താം. പണപ്പിരിവ് നടത്തിയാൽ അപ്പോൾ തന്നെ പണം അത് ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിലേക്ക് അടയ്ക്കണം. അതിനുശേഷം ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ട് വഴി വേണം ഇതിൻ്റെ മുഴുവൻ പണം ചെലവിടാൻ എന്നതാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ദേവസ്വം ബോർഡ് ചെലവഴിക്കുന്ന പണത്തിന് ഓഡിറ്റുണ്ട്. അതായത് സർക്കാരിൻ്റെ ഓഡിറ്റ് വകുപ്പ് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അതിലേതെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നത്. അതായത് ക്ഷേത്രങ്ങളുടെ പേരിൽ ഒരു വ്യക്തിയോ വ്യക്തികളുടെ കൂട്ടായ്മകളോ സംഘടനകളോ ഇനി പണപ്പിരിവ് നടത്താൻ പാടില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ. ഇതാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ ഉത്സവകാലത്ത് പലതരത്തിലും പല മേഖലകളിലും പണപ്പിരിവ് നടത്തുന്നുണ്ട്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ക്ഷേത്രോത്സവങ്ങളുടെ പേരിൽ ധൂർത്ത് പാടില്ല. വലിയ പണമുണ്ടെങ്കിൽ ആ അമ്പലത്തിൽ അന്നദാനം നടത്തുമെന്നാണ് കടക്കൽ കേസ് പരിഗണിച്ചുകൊണ്ട് കോടതി പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്രയും ശക്തമായൊരു നിലപാട് ഇപ്പോൾ കോടതി എടുക്കാനുള്ള കാരണം. ബിനിൽ, അതോടൊപ്പം തന്നെ ഈ കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനത്തിൽ രൂക്ഷമായ വിമർശനമാണല്ലോ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതെന്താ കോളേജ് ഡേ സെലിബ്രേഷൻ ആണോ എന്നാണ് കോടതി ചോദിച്ച ഒരു ചോദ്യം. ഇത്തരം പരിപാടികൾ നടത്തേണ്ട ഒരു ഇടമല്ല ക്ഷേത്രം എന്ന് കോടതി പറയുന്നുണ്ട്. മറ്റ് വിമർശനങ്ങൾ എന്തൊക്കെയാണ്? കടക്കൽ വിപ്ലവ ഗാനം ഇന്ന് കോടതി കേട്ടു. അതായത് കടക്കൽ ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ പരിപാടി കോടതി ആ ദൃശ്യങ്ങൾ കണ്ടു. അതിനുശേഷമാണ് കോടതി ആ നിലപാട് കടുപ്പിച്ചത്. അതായത് DYFI സിന്ദാബാദ് എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള പുഷ്പനെ അറിയാമോ എന്ന പാട്ടാണ് അവിടെ പാടിയത്. അതെങ്ങനെ ഒരു ക്ഷേത്രമുറ്റത്ത് പാടാൻ കഴിയുന്ന പാട്ടാണ് എന്ന ചോദ്യമാണ് കോടതി ഉയർത്തിയത്. അതായത് ക്ഷേത്രങ്ങളിൽ പാലിക്കേണ്ട മര്യാദകളുണ്ട്. ആ മര്യാദകൾക്ക് അപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ പോയി. അതുകൊണ്ടാണ് കോടതി കർശനമായ നിലപാടിലേക്ക് പോയത്. ആ സ്റ്റേജിലെ ലൈറ്റിങ്ങും വീഡിയോ വാളും ഒക്കെ കണ്ട ശേഷമാണ് കോടതി ചോദിച്ചത്. ഈ ലൈറ്റിങ്ങുകളൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. ഇത് എന്താണ് സംഭവിക്കുന്നത്? ഇത് കോളേജ് ഡേ ആനുവൽ ഡേ സെലിബ്രേഷൻ ആണോ അതോ ക്ഷേത്രോത്സവമാണോ എന്ന് കോടതി ചോദിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ നിലപാടിലേക്ക് പോയി. ആരാണ് ഇതിന് പണം മുടക്കിയിരിക്കുന്നത്? ആരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്? ഈ ഗായകനാര്? തുടങ്ങിയ ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നു. അതിനുശേഷം കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് സംസ്ഥാന ദേവസ്വം പ്രിൻസിപ്പൽ സെക്രട്ടറി കേസിൽ കക്ഷിയേർത്തു. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അടുത്തയാഴ്ച കോടതി അറിയിക്കണം. ദേവസ്വം ബോർഡ് എന്ത് നടപടിയെടുത്തു എന്നത് അടുത്തയാഴ്ച കോടതി അറിയിക്കണം. ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം. ഇനി അടുത്തയാഴ്ച ഇതിൽ ശക്തമായ നിലപാട്, അതായത് ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇനി ഒരു തരത്തിലും ഒരു ക്ഷേത്രാങ്കണത്തിലും ക്ഷേത്ര പരിസരത്തും ഒരു ഉത്സവത്തിന്റെയോ മറ്റു ചടങ്ങുകളുടെയോ ഭാഗമായി ഇത്തരത്തിലുള്ള ഒരു കാര്യവും നടക്കാൻ പാടില്ല എന്നത് തന്നെയാണ് കോടതി പറഞ്ഞു വെക്കുന്നത്. ഇത് ഈ വിപ്ലവഗാനത്തിന് മാത്രമല്ല, ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നതും ക്ഷേത്രാചാരങ്ങൾ എന്ന് പറയുന്നതിടത്തും ഒരു അമൂല്യതയുണ്ട്. ആ മൂല്യം ഉയർത്തിപ്പിടിക്കണമെന്നാണ് കോടതി പറയുന്നത്. അതായത് ഈ ക്ഷേത്ര പരിസരത്ത് ഒരുപാട് ആളുകൾ വരും. എല്ലാവരുടെയും വിശ്വാസികളാണ് അവിടെ വരുന്നത്. അവിടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മുദ്രാവാക്യങ്ങൾ വിളിക്കാനുള്ള ഇടമല്ല എന്നതാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. കടക്കൽ ദേവീക്ഷേത്രത്തിലെ വിപ്ലവഗാനവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വന്ന സാഹചര്യത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ നിരീക്ഷണങ്ങൾ കോടതി നടത്തിയത്. ഇപ്പോൾ ഈ വിപ്ലവഗാനം വന്നതിന് ശേഷം അവിടെ തന്നെ നടന്നാണോ മറ്റു ക്ഷേത്രങ്ങളിൽ നടന്നാണോ എന്നല്ല, മറ്റു പല ഗാനമേള പരിപാടികളുടെയും ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഭഗവാൻ അവിടെ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഭഗവതി അവിടെ നിന്ന് പോയോ എന്നൊക്കെ ചോദിച്ച ട്രോളുകളൊക്കെ. അതെ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കോടതി തന്നെ ചോദിച്ച പോലെ കോളേജ് ഡേ സെലിബ്രേഷൻ കണക്കാണ് ചില ക്ഷേത്രങ്ങളിലാണെങ്കിലും, അല്ലെങ്കിൽ മറ്റ് ഇങ്ങനെ ആചാരപരമായ ആഘോഷങ്ങൾ നടക്കുന്നിടത്ത് കുറച്ച് ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് മാറിയാണ് എങ്കിൽ പോലും നടക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരു വീണ്ടും ഒരു ചിന്തയും അല്ലേ, ഒരു മാറ്റങ്ങളൊക്കെ വേണമോ എന്ന് അതാത് നാട്ടുകാരും അതാത് ക്ഷേത്ര കമ്മിറ്റികളൊക്കെ ആലോചിക്കട്ടെ.